ജനത്തിനൊപ്പം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. പശ്ചിമ കൊച്ചിയിലെ ഹാർബർ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും ഗതാഗത നിയന്ത്രണ വിധേയമാക്കിയപ്പോൾ പൊതുജനങ്ങൾ യാത്രാ ദുരിതത്തിലായി. കൊച്ചി നിവാസികൾ മാത്രമല്ല, തോപ്പുംപടി BOT പാലത്തിലൂടെ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിലെ യാത്രക്കാരും കൊച്ചിയിലെത്തുന്ന വിനോദസഞ്ചാരികളും ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. അറ്റകുറ്റപ്പണി നടത്തുന്ന പാലത്തിൻ്റെ റോഡിലെ ടാറിങ് പൂർണ്ണമായും ചുരണ്ടി നീക്കിയിട്ടിരിക്കുകയാണ്. ഇത്ര ദിവസമായിട്ടും മറ്റു യാതൊരു പണിയും തന്നെ നടന്നിട്ടില്ല. വിവിധ കാരണങ്ങൾ മൂലം പാലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം ഒരാഴ്ച കൂടി നീളും എന്നറിയുന്നു. വിവരം യാഥാർത്ഥ്യമാണെങ്കിൽ ഇടിവെട്ടുകൊണ്ടവൻ്റെ തലയിൽ തേങ്ങ വീണ സ്ഥിതിയാകും കൊച്ചി നിവാസികൾക്ക്. രാവിലെ 8 മണിയോടെ തുടങ്ങുന്ന ഗതാഗതക്കുരുക്ക് രാത്രി ഏറെ വൈകിയും തുടരുകയാണ്. വാഹനങ്ങൾക്ക് ഇടയിലൂടെ തിരികെ കയറ്റാതെ ക്യൂ പാലിച്ചാൽ ഗതാഗതക്കുരുക്ക് ഏറെ കുറയും. ലക്കും ലഗാനവുമില്ലാതെയാണ് വാഹനങ്ങൾ തിരികെ കയറ്റി ഗതാഗത നിയന്ത്രണ നടപടികൾ അവതാളത്തിലാക്കുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും കൊച്ചി തിരുമല ദേവസ്വം ക്ഷേത്രത്തിലും ഉത്സവം ആരംഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഗതാഗതക്കുരുക്ക് ഭക്തജനങ്ങളെ ഏറെ കഷ്ടത്തിലാക്കുന്നു എന്ന് ഭക്തജനങ്ങൾ പരാതിപ്പെടുന്നു. വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കാരുമൊക്കെ ദുരിതക്കയത്തിലായിരിക്കുകയാണ്. ഹാർബർ പാലത്തെ ചരിത്ര സ്മാരകമായി നിലനിർത്തി സമാന്തര പാലം നിർമ്മിക്കുന്നതിനുള്ള ആലോചന സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നാളിതുവരെ ഹാർബർ പാലം നവീകരണത്തിന് ചിലവാക്കിയ തുകയുണ്ടായിരുന്നെങ്കിൽ സമാന്തര പാലം നിർമ്മിക്കാമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ 30 ലക്ഷത്തിൽ പരം രൂപ ചെലവിട്ടാണ് പാലം നവീകരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ ബഡ്ജറ്റിൽ പണികൾ തീരില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു.